ഇതിന് അധികാരപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മിനിസ്റ്റർ തൊട്ടുള്ള ആൾക്കാരാണ്. അവരനുവാദം കൊടുക്കാതെ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് വ്യക്തതയാണ്. നമ്മൾ ആ പാനിക് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഒരു മെസ്സേജ്, നിങ്ങൾ പാനിക് ബട്ടൺ അമർത്തി എന്ന് പറഞ്ഞൊരു മെസ്സേജ് മാത്രമേ വരുള്ളൂ. നമുക്ക് ഒന്നാമത് ഓട്ടോ ഇല്ല, അത് തന്നെ ഇത്രയും രൂപ ഞങ്ങളോട് മേടിക്കുന്നേ. ശ്വാസം വരാൻ ഒരു സമയമുണ്ട്, അതുപോലും തരാത്ത രീതിയിൽ ആ മോട്ടോർ വാഹന വകുപ്പ് നമ്മളുടെ മേലിലേക്ക് ബാധ്യതകൾ അടിച്ചേൽപ്പിക്കും. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തു കൊണ്ടുവരികയാണ്. കൊമേഴ്സ്യൽ വാഹനങ്ങൾ, അതായത് ഉപജീവനത്തിനായി വാഹനം വാങ്ങി ഓടിക്കുന്ന സാധാരണക്കാരിൽ നിന്നും GPS പേരിലാണ് ഇത്തരത്തിൽ വർഷാവർഷം തട്ടിപ്പ് നടത്തുന്നത്. വർഷം തോറും 3000 രൂപയോളം ഇവരിൽ നിന്ന് പിരിക്കുമെങ്കിലും അത് പ്രയോജനപ്പെടുന്നില്ല. GPS പ്രവർത്തനരഹിതമെന്നാണ് ഇപ്പോൾ അഭിപ്രായം ഉയരുന്നത്. സ്വകാര്യ കമ്പനികൾക്ക് ഇത് കരാർ നൽകുക വഴി വലിയ ചൂഷണത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ മനോജ് വർഷങ്ങളായി നിയമ പോരാട്ടം നടത്തുകയാണ്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും അനുകൂലമായ ഒരു ഉത്തരവും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത്, അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് GPS ഘടിപ്പിച്ചിരിക്കുന്ന വഴി ഉണ്ടാകുന്നത്, അതേക്കുറിച്ചൊക്കെ മനോജ് നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇത് 2019 നിർഭയ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ EPS എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നത്. അത് ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിലും ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഡിവൈസ് ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ ആ ഡാഷ്ബോർഡിൻ്റെ അടിഭാഗത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് പബ്ലിക്കിന് കാണാൻ പോലും പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 പാനിക് ബട്ടൺ ഉണ്ട്. ഒന്ന് ഡ്രൈവറിനും അതോടൊപ്പം തന്നെ പുറകിലിരിക്കുന്ന യാത്രക്കാർക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാർക്കും ഡ്രൈവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അടിയന്തരമായും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലും അതുപോലെ പോലീസിലും ഒക്കെ ചെന്നിട്ട് അതിന് സുരക്ഷ ഒരുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ചൂഷണമാണ്. ഏതാണ്ട് ആദ്യം 2019 ഒരു 24ഓളം കമ്പനികൾക്കാണ് അനുവാദം കൊടുത്തത്. എന്നാൽ കേരളത്തിലെ നിരത്തുകളിൽ ഇറങ്ങുന്ന എല്ലാ വാഹന കമ്പനികളും ഇതുപോലുള്ള സംവിധാനം അത് സർക്കാർ അംഗീകരിക്കില്ല. അപ്പോൾ ഈ 24 കമ്പനികൾ കഴിഞ്ഞിട്ട് ഓരോ വർഷം ചെല്ലുന്തോറും ഇപ്പോൾ 74ഓളം സ്വകാര്യ കമ്പനികൾ നമ്മുടെ അർദ്ധ സർക്കാർ സംവിധാനമായ കെൽട്രോൺ പോലുള്ള സംവിധാനങ്ങളെ ഇതിൽ നിന്നും മാറ്റപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും 74 സ്വകാര്യ കമ്പനികൾ ഈ നാട്ടിൽ ഇപ്പോൾ ഇത് വിൽക്കുന്നത് അവരാണ്. ഇതിലേറ്റവും രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ വർഷം വരെയും വർഷാവർഷം റീചാർജ് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഈ 2 വർഷം ഫിറ്റ്നസ് ഉള്ള വാഹനങ്ങൾക്ക് ഇപ്പം 2 വർഷത്തെ ഒരുമിച്ചടച്ചാലേ ഉള്ളൂ ഇത് കിട്ടത്തുള്ളൂ. അത് ഈ മോട്ടോർ വാഹന വകുപ്പുമായി ഇവർക്കൊരു വലിയ ലിങ്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിലും നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങൾ അങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നിൽ എത്തുന്നതും. ഞങ്ങൾ പരാതിപ്പെട്ടു. അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് വിശദീകരണം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം 4 ആഴ്ചക്കുള്ളിൽ നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് അതിലൊരു കൃത്യമായ അഴിമതി ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇതിനു മുൻപിരുന്ന മന്ത്രിമാരെയൊക്കെ നമുക്ക് സംശയിക്കാം. കാരണം ഒരു സ്വകാര്യ സംവിധാനങ്ങളൊക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട, അത് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മോട്ടോർ വാഹന വകുപ്പിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് അധികാരപ്പെട്ട ആളുകളെന്ന് പറയുന്നത് കൃത്യമായിട്ട് മിനിസ്റ്റർ തൊട്ടുള്ള ആൾക്കാരാണ്. അവരനുവാദം കൊടുക്കാതെ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് വ്യക്തതയാണ്. എത്ര രൂപയാണ് GPS? അതായത് 4500 തൊട്ട് അങ്ങോട്ട് 12000, 13000 രൂപ വിലയുള്ള പല ഡിവൈസുകളും പല കമ്പനികളും പല വിലയ്ക്കാണ് കൊടുക്കുന്നത്. എന്നാലും നമ്മളുടെ ഈ കൊമേഴ്സ്യൽ വിഭാഗം വാഹനങ്ങൾക്ക് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചാണെങ്കിൽ ഒരു ഈ പറയുന്ന വലിയ വിലയൊന്നും വരില്ല. നമ്മൾ പല വഴി അന്വേഷിച്ചു. ഇതിൽ GPS എന്ന് പറയുന്നത് സുരക്ഷയുടെ ഭാഗമായിട്ട് വെക്കുമ്പോഴത്തേന് അത് മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ഘടിപ്പിച്ചാൽ മതി, അവരുടെ ആ സിസ്റ്റമായിട്ട്. അതിന് ഏത് കമ്പനിയും തരട്ടെ. അതുപോലെ തന്നെ ഈ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ ഇത് വർഷാവർഷം റീചാർജ് സംവിധാനം ഒരു താരിഫ് ഉണ്ടാക്കിയാൽ അതെല്ലാവർക്കും ഗുണകരമാണ്. അത് അവരവരുടെ കാശിൻ്റെ അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതൊന്നുമല്ല. ഇത് കൃത്യമായിട്ട് സ്വകാര്യ കമ്പനികളെ സംരക്ഷിക്കാനെങ്കിൽ 2025 ആയപ്പോഴത്തേനും ഒരു ജനകീയ സർക്കാരിന് വലിയൊരു കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഘടകകക്ഷി മന്ത്രിമാർ ചെയ്തിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകളോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് ഒരു പ്രസ്താവന പോലും ഇറക്കാൻ അവർ തയ്യാറാവുന്നില്ല. എന്താണ് കാരണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ സ്വതന്ത്രമായ സംഘടനയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ലാത്തൊരു സ്വതന്ത്ര സംഘടനയാണ് കേരളീയം എന്ന് പറയുന്നത്. നിരവധി വാഹനങ്ങളിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ഇത് പ്രവർത്തിക്കുന്നു ഇല്ല.
ഇതിൻ്റെ അകത്ത് ആകെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ആ പാനിക് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഒരു മെസ്സേജ്, നിങ്ങൾ പാനിക് ബട്ടൺ അമർത്തി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് മാത്രമേ വരുള്ളൂ. യാത്രക്കാർക്കും ഉണ്ട് പാനിക് ബട്ടൺ, പിന്നെ ഡ്രൈവറുടെ സീറ്റ് രണ്ട് സൈഡിലും ഉണ്ട്. അതിലമർത്തിയാൽ ഈ ഒരു കാര്യം വരും. പിന്നെ ഓവർ സ്പീഡ് വന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഫൈൻ. ആദ്യം ഇവരുടെ ഒരു ജോലിയാണല്ലോ, ഇവർക്ക് എങ്ങനെ ഈ കൊമേഴ്സ്യൽ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ ഇവർക്ക് ചൂഷണം ചെയ്യാം, എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നും പൈസ പിടിച്ചു വാങ്ങാം എന്നുള്ള റിസർച്ച് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ, അതായത് ഇതിനൊരു നമുക്ക് ശ്വാസം വിടാൻ ഒരു സമയം വേണ്ടേ, അതുപോലും തരാത്ത രീതിയിൽ ആ മോട്ടോർ വാഹന വകുപ്പ് നമ്മളുടെ മേലിലേക്ക് ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് ഭാവിയിൽ ഇത് നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഗുണകരമാണ് ഈ ശരിക്കും, ഇത് യാത്രക്കാർക്കും നിങ്ങൾക്കും ഗുണകരമായ ഒരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം, പക്ഷെ അതിനൊരു സുതാര്യത ഉണ്ടാവും. ആ സുതാര്യത ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ വെള്ളിമൂങ്ങ പോലുള്ള വാഹനങ്ങൾ, വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഐറിഷ്, അത് ശരിക്കും മോട്ടോർ ക്യാബ് വിഭാഗമാണ്. ആ ഒരു ഒറ്റ കാരണത്താലാണ് അതിലേക്കും ഇത് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അതുങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. അവരുടെയെന്നില്ല, നമ്മൾ ഈ വീടുകളിൽ വെള്ളമടിക്കുന്ന വാഹനങ്ങളുണ്ടല്ലോ, അതിൽ വരെ ഈ സാധനം വേണമെന്നുള്ളതാണ്. ചാണകം കൊണ്ടുപോകുന്ന വണ്ടിയെ പോലും GPS വേണം. കാരണം അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഈ ചാണകം കൊണ്ടുപോകുന്ന വണ്ടിയിൽ പോലും ഇത് വേണമെന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ ഈ കണ്ടെത്തലുകളൊക്കെ ജനങ്ങൾക്കും ഈ മേഖല പണിയെടുക്കുന്നവർക്കും ഗുണകരമാകുമെങ്കിൽ അത് നല്ലതാണ്. ശരിക്കും ജില്ലാ പ്രസിഡന്റുമായ മനോജാണ് നമുക്കിപ്പോൾ, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങൾ കുറേ വർഷമായി ഇത് ഇങ്ങനെ നിയമ പോരാട്ടത്തിലാണല്ലേ? അത് തുടർന്നും ഞങ്ങൾ മുന്നോട്ട് ഇത് തന്നെ, ഈ നിയമ പോരാട്ടം തന്നെ തുടരും. അതായത് 3000 രൂപ ഞങ്ങളോട് വർഷാവർഷം മേടിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം 2 വർഷം കൂടുമ്പോഴത്തേന് ഉള്ള 2 വർഷത്തെ ഒന്നിച്ചടയ്ക്കണമെന്നാണ് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് യാതൊരു 6500 രൂപയ്ക്ക് മേളിൽ വരും. ഇതിനുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്ക് ഒന്നാമത് ഓട്ടോ ഇല്ല. ഒന്നെങ്കിൽ ഇത് എടുത്തു കളയുക, അല്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കുക. അത് തന്നെ ഇത്രയും രൂപ ഞങ്ങളോട് മേടിക്കുന്നത്. ഇതിന് ഇതേ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ ഇതിന് 1000 രൂപയെ താഴെയുള്ളൂ ഒരു വർഷത്തെ റീചാർജ് ചെയ്യുന്നത്. ഫലം കാണണം, കാണാതെ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം കേട്ടോ, 2019 തൊട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയ തുകയുണ്ട്. അതായത് ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഞങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങിയ തുകയുണ്ട്. അതിനോട് ഈ കൂട്ടത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. കാരണം അല്ലാതെ നമ്മുടെ ലൈസൻസും അതുപോലെ തന്നെ RC ബുക്കും കാർഡ് രൂപത്തിലാക്കുന്നതെന്ന് പറഞ്ഞ് കുറേ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് ഇരിപ്പുണ്ട്. ജനങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് എന്താണ് പറയുന്നത്, ഇപ്പം നമ്മുടെ ഈ ഡെലിവറി ഫുഡുകൾ വരുന്നത് പോലെയാണ്. അടച്ചെങ്കിൽ അടച്ചില്ലെങ്കിൽ ആ ഒരു നിലപാട് ജനം മാറ്റണമെന്ന് തിരുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ കക്കാനുള്ള വഴി നമ്മളല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ കക്കാൻ ഇറങ്ങുന്നവനെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. നമ്മുടെ മുൻകാല മന്ത്രി എന്ന് പറയുന്നത് കോടതിയിലിരുന്ന തൊണ്ടി മുതൽ പോലും ചെറുതാക്കിയ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിനാണോ ഇതുപോലൊരു സംവിധാനം? അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആന്റണി രാജുവിൻ്റെ കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷകളുടെ കാര്യം പറഞ്ഞു, അത് സൗജന്യ യാത്രയാക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ ഘടിപ്പിക്കണം, അത് പിൻവലിക്കുകയും ചെയ്യും. അല്ല, അത് പിൻവലിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പിന്നിലൊക്കെ കുറേ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കുറേ നാടകമൊക്കെ നടത്തി. അവരുടെ ഇടയിൽ വലിയൊരു കാര്യമുണ്ട്. അവരെ ആ കാര്യത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യും. കാരണം വേറൊന്നുമില്ല, അവർക്ക് പൊതുവായി ഉണ്ടാകുന്ന ഒരു വിഷയമാണ്, അവർക്ക് രാഷ്ട്രീയമില്ലെന്നേ. അവരിൽ ഒരു തൊഴിലാളി പറയുകയാണ് ഞങ്ങൾക്കിത് വേണ്ട എന്ന് അവർ പറഞ്ഞാൽ അവിടെ 10 വണ്ടിയായി 200ആയി അങ്ങനെ 100ആയി ഇങ്ങനെ പോകും. അവരുടെ ഏറ്റവും വലിയൊരു ഐക്യം, അവരുടെ ആ ഒറ്റ ദിവസത്തെ സമരമാണ് സർക്കാരിന് അതിൽ നിന്നും പിന്മാറേണ്ടതായിട്ട് വന്നത്. എന്ത് നിയമങ്ങളും കൊണ്ടുവരട്ടെ, അത് ജനത്തിനും ഈ തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണമാകുന്നതായിരിക്കണം. അല്ലാതെ ഇത് ഒരു രാജഭരണകാലമൊന്നും അല്ലല്ലോ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. അവിടെ അഹങ്കാരവും അല്ല യൂണിയൻ്റെ സ്ട്രെങ്തും അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ട്രെങ്തും വെച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇത് പറയുമ്പോഴത്തേന് പലർക്കും അതിൻ്റെ അകത്ത് വിഷമമുണ്ടാകും. കാരണം ഞങ്ങളുടെയൊക്കെ കൈകളിൽ തഴമ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങൾ ഈ പണിയെടുത്തിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതൊന്നും ചെയ്യാതെ, അതായത് വീട്ടിൽ നിന്നും കുളിച്ച് പൗഡറും ഇട്ട് നല്ല തുണിയൊക്കെ ഇട്ട് വരുന്ന നേതാക്കന്മാർക്ക് ഞങ്ങളുടെ ഒന്നും വേദന അറിയില്ല. അവർക്കിത് അറിയുകയും വേണ്ട. കാരണം മാസത്തിൽ ഈ തൊഴിലാളികളിൽ നിന്നും പിരിക്കുന്ന ലെവി മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് മതിയെന്ന് ചെയ്യും. അവർക്കൊരു മാസം ജീവിക്കാൻ, സുഭിഷ്ടമായി ജീവിക്കാൻ ഒരു സാഹചര്യം. പക്ഷെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ്. ഇതിനെ ഞങ്ങൾ ഏതറ്റം വരെയും പോകാനായിട്ട് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം വലിയൊരു തട്ടിപ്പാണ്, വലിയൊരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. ഇതിൽ വലിയൊരു GST തട്ടിപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. അതും ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അത് ഓൾറെഡി ഞങ്ങൾ GST ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ എത്ര രൂപ തന്നെ വരും. പിന്നെ അതായത് നമ്മൾ ഒരു 100 വണ്ടിയുടെ എടുത്ത് നോക്കി, 100 വണ്ടിയുടെ
അതായത് ഇതിൻ്റെ അകത്ത് GST ബില്ല്, നമ്മൾ ഏത് സാധനം വാങ്ങിയാലും അതിൻ്റെ അകത്ത് ഒരു MRP ഉണ്ട്, അതിനൊരു ടാക്സ് ഉണ്ട്. ഈ ഒരു സാധനങ്ങൾ തൊഴിലാളികൾക്ക് അവർ ഗൂഗിൾ പേ വഴി വാങ്ങുന്നുണ്ട്. ഗൂഗിൾ പേ വഴി വാങ്ങിയിട്ട് അത് സർക്കാർ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഇതിൽ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇൻസുലേഷൻ സർട്ടിഫിക്കറ്റ് ഇവർ കൊടുക്കുന്നു. എന്നാൽ ഇവിടുത്തെ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും വിദഗ്ധമായി പറ്റിച്ചുകൊണ്ടിരിക്കുക കമ്പനികൾ. ഇതൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മൂടി വെച്ചിരിക്കുന്ന മാത്രമല്ല, വലിയൊരു ഉത്തരവാദിത്വം ഞാൻ അറിഞ്ഞത് കേരളത്തിൽ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. അത് തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളൊക്കെ നിങ്ങളൊന്ന് നോക്ക്. ഇപ്പം തമിഴ്നാട്ടിൽ നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ടെല്ലാം വേണം. പക്ഷെ അവിടെ ഈ പറയുന്നത് നിർബന്ധിതമല്ല. ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് അവിടുത്തെ സർക്കാരുകൾ. നമ്മുടെ സർക്കാർ അങ്ങനെയല്ല. ഞങ്ങൾ പറയും നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം ഇത് ജനത്തിൻ്റെ സുരക്ഷയാണോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. അതിൽ പ്രതിപക്ഷമാണേലും ഭരണപക്ഷമാണേലും കേന്ദ്രമാണെങ്കിലും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ബായിമാനാണ്. കാരണം വരുമാനം വരുന്ന വഴികൾ ഇവരുടെ ഏറ്റവും വലിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇതിലെല്ലാം. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കണക്കൂട്ടുന്ന ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഈ മേഖലയില്ല. അങ്ങനെ ഒരു മേഖലയിലേക്കാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കമ്മീഷണറെ വിളിച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മുടെ ചാർജ് എടുത്ത ആളാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവ്യക്തതയുണ്ട്. കാരണം അത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ മുൻകാലങ്ങളിൽ കൊടുത്തത് ഒന്നുകൂടി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു നല്ല, അതായത് ആർക്കും ആരുടെയും കാലും കൈയും പിടിക്കാതെ സ്വതന്ത്രമായി ജോലി ചെയ്യാവുന്ന ഒരു മേഖലയാണ്. ഇതിൻ്റെ അകത്ത് യൂബർ പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ, അതിന് വഴിവിട്ട ഇടപാടുകൾ, ആ യൂബർ എന്ന് പറയുന്ന കമ്പനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് ഓഫീസ് പോലും ഇവിടെ ഇല്ല, ഫ്രാഞ്ചൈസികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അഡ്രസ്സ് അറിയാവുന്ന അത്തരം സംവിധാനമാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്. GPS എന്ന സംവിധാനം അത് കഴിഞ്ഞ 2019 മുതലാണ് ഘടിപ്പിക്കാൻ തുടങ്ങിയത്. ഡൽഹിയിൽ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്കും വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും ഒക്കെ അവർക്ക് സുരക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ പ്രയോജനം ഇല്ലാത്ത തരത്തിലാണ്, പ്രവർത്തനരഹിതമാണെന്നാണ് പറയുന്നത്. വർഷം തോറും പണം വാങ്ങുന്നു. കൂടാതെ ഇതിനായി 7000 രൂപയുടെ സിസ്റ്റമാണ് വാങ്ങി വാഹനത്തിനുള്ളിൽ സ്ഥാപിക്കേണ്ടത്. ഇത് സ്വകാര്യ കമ്പനികൾക്ക് ചൂഷണം ചെയ്യുന്നതിന്, അവർക്ക് കൊള്ള ലാഭം ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കി കൊടുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്നതെന്നാണ് കേരളീയം എന്ന സംഘടനയുടെ ആരോപണം. അതിനുവേണ്ടി അവർ നിയമ പോരാട്ടത്തിലാണ്. ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നു. ഈ സംഭവത്തെ പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ചോദിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സ്റ്റാർ, മറുനാടൻ മലയാളി, കോട്ടയം.